താജുൽമ പറയൂ, എന്തൊരു അത്ഭുതമുള്ള പറക്കാനാണ്. അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു പേരാണെന്ന് പറയും. ആ വാക്ക് തന്നെ നിങ്ങൾ നോക്കി. അള്ളാഹുവിൻ്റെ വലിയ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. CM ചേർത്തിയിട്ട് ആ 2 കിലോമീറ്റർ നീളമുള്ള ആ അങ്ങാടിൻ്റെ ഒരു ഭാഗത്ത് CM വലുതായി കാറിൽ ഇങ്ങനെ വരുന്നത് അവരറിഞ്ഞാൽ ഒരു ജുദുണ്ടാവില്ല. എണീച്ചിട്ട് രാജാവത വരുന്നാന്നിട്ട് ഒരു മൂലക്ക് ഇങ്ങനെ മാറി നിൽക്കും പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് CM വലുതാൻ്റെ പദവി. അറിയുന്നവർക്കല്ലേ അറിയൂ. ഓ സുബ്ഹാനല്ലാഹ്. അടൂർ തന്നെ പറഞ്ഞില്ലേ, എന്നെ ഔസുല്ലമിന്റെ കൂട്ടത്തിൽ പറയാം, ഷെയ്ഖ് റിഫായിന്റെ കൂട്ടത്തിൽ പറയാം. ആ രണ്ടാളോടുകൂടി പറയണ്ട. മൂന്നാമത്തെ ഈ ലോകം കണ്ട, ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയും ചെയ്യുമെന്ന് അറിയില്ല. അല്ലാഹു തആല അവരെ കറാമത്ത് കൊണ്ട് നമ്മളെ മജ്‌ലിസൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്, ഒരു കാമിലായ ഒരാളെ അവസ്ഥ ലാഹിർ ജനങ്ങളോട് കൂടിയും ബാത്തിന് അള്ളാഹുവിനോട് കൂടിയും എപ്പോഴും. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിനെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ വഫാത്ത് വരെയുള്ള അവിടുത്തെ ഉമ്മയും അവരുമായി എപ്പോഴും പെരുമാറിയിരുന്ന മുഹമ്മദ് കുട്ടിയാജി അടക്കമുള്ള വഫാത്തിൻ്റെ സമയത്തുള്ള ആളായിരുന്നു ആജിയാരും ബാബുക്കയൊക്കെ. അവരെന്നൊക്കെ കേൾക്കുന്നതനുസരിച്ച് എല്ലാ സമയത്തും ദിക്റായിരുന്നു. ദിക്റില്ലാത്തൊരു ശ്വാസം അവർ വിട്ടിട്ടുണ്ടാവില്ല. മരം കോച്ചുന്ന തണുപ്പുള്ള സമയത്താണെങ്കിൽ അന്ന് 2 ഫാൻ ഉണ്ടാവും, ഒന്ന് മുകളിലും ഒന്ന് താഴെ ഉണ്ടാവും. അകംചൂടിനാൽ പുറം ചൂടിനും മതിയായതാണ്. എപ്പോഴും ദിക്റിൻ്റെ ഹറാറത്ത് ചൂടാണ്. ഫുൾ ടൈം ദാക്കിറായിരുന്നു. അതേ സമയത്ത് ജനങ്ങളുമായി അവർക്കുള്ള ബന്ധം സുബ്ഹാനല്ലാഹ്, കോടാനകോടി പരിചയമുള്ള ആളെ കണ്ടാൽ നിങ്ങളുടെ മകളുടെ വർത്തമാനം എന്താണ്, മകൻ്റെ വർത്തമാനം എന്താണ്, ഇത് ചോദിക്കുന്നു കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എല്ലാ പരിചയമുള്ള ആളുകളെ കുടുംബ വിഷയങ്ങളും എല്ലാ സംഗതികളും അറിയും. അവരുമായി ബന്ധമുള്ള ആൾ ഏത് സ്ഥലത്ത് അവർക്ക് എന്ത് വിഷയം സംഭവിച്ചാലും പലപ്പോഴും അതിൽ ഇടപെട്ടത് നമുക്കറിയാം. അപ്പോൾ ബാത്തിന് അള്ളയുമായി, ലാഹിർ സൃഷ്ടികളുമായി അഭേദ്യമായ ബന്ധം നിലനിർത്താൻ ജീവിതകാലത്ത് കഴിഞ്ഞ ഒരു വലിയ മഹാനായിരുന്നു അവർ. അവരെ സംബന്ധിച്ച് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയുകയില്ല. എല്ലാവരും അവരെ പറ്റി പറയുക CM വലിയുള്ള എന്നാണ് പറയുക. CM വലിയുള്ള. താജുൽമ പറയൂ, എന്തൊരു അത്ഭുതമുള്ള പറക്കാനാണ്. അത് തന്നെ ഇംഗ്ലീഷും അറബിയും ചേർത്തൊരു പേരാണെന്ന് പറയും. ആ വാക്ക് തന്നെ നിങ്ങൾ നോക്കി. അള്ളാഹുവിൻ്റെ വലിയ എന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. CM ചേർത്തിയിട്ട് വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ഖരീബ് അടുത്ത ആള്, എപ്പോഴും ദിക്റാണ്. അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത ആളാണ്, രണ്ടർത്ഥം. അപ്പം അവരെ ബഹുമാനം സാധാരണക്കാരും എതിരാളികളും മറ്റുള്ളവരും ഒക്കെ അറിയാതെ അറിഞ്ഞും കൊണ്ട് പറയും CM വലിയുള്ളാഹി എന്നിങ്ങനെ പറയും. നിങ്ങൾ നോക്കി. പിന്നീട് അവർ ഖുതുബുൽ-ആലം എന്ന് പറഞ്ഞ്, ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞ്, ഖുതുബുൽ-ആലം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുറ്റിച്ചൂൽ അഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫർദുൽ ജലാൽ എന്ന് പറഞ്ഞിട്ട് കൈഫലാവഹുവ ഫർദുൽ അഹ്ബാബ്. വയനാട്ടിലെ സ്ഥലത്ത് ചിലപ്പോൾ അവിടെ കയറി വിശ്രമിക്കൂ, അവിടുന്ന് കുളിക്കാൻ വെള്ളം ചൂടാക്കി തോർത്ത് മാറ്റിയപ്പോഴാണ് പെട്ടെന്ന് റോഡ് മേലെ ഇറങ്ങിയിട്ട് ഒരു വണ്ടിക്കാരെ വിളിക്കുന്നു. അവൻ നിർത്തുന്നില്ല, പിന്നെയും ഒച്ചിട്ട് വിളിക്കുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി വിളിച്ച് ഒച്ചുണ്ടാക്കിയപ്പോൾ ആ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ആ സീറ്റിൻ്റെ നേരെ ബാക്കിൽ ഒരു മൂർഖൻ പാമ്പുണ്ട്. വരെ ഇങ്ങനെ ഞാനൊരു വിഷയം പറയല്ല,
കോടാനുകോടി വിഷയങ്ങൾ ജനങ്ങൾക്ക് പറയാനുണ്ട്, നമ്മൾക്ക് കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. അപ്പോൾ അവർക്ക് കുത്തുബുൽ സമാൻ എന്നും കുത്തുബുൽ ആലം എന്നും കുത്തുബുൽ അങ്ങനെ പറഞ്ഞിട്ട് ഫർദുൽ അഹബാബ് എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മൗലൂദ് തുടങ്ങാനായതുകൊണ്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ, അദ്ദേഹം വലിയ മഹാനായിരുന്നു. MK ഉസ്താദ് അവരെപ്പറ്റി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടത്, ശംസുൽ ഉലമ അവരെ മക്കാം ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത്, റിജാൽ ഗൈബിൽപ്പെട്ട വലിയ മഹാനായിരുന്നു അദ്ദേഹം എന്നാണ്. അദ്ദേഹം ഞാൻ നമ്മളെ കുറ്റിക്കാട്ടൂർ ഉസ്താദുമായിട്ട് അവരെ കാണാൻ പോയിക്കുന്നു. കുറ്റിക്കാട്ടൂർ ഉസ്താദ് CM വലുദാൻ്റെ ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റിക്കാട്ടൂർ ഉസ്താദ് അവരെ ഉസ്താദാണ്, പക്ഷേ അവരോട് വലിയ ബഹുമാനം. അബിച്ചാൽ ഉസ്താദ് കുറ്റിക്കാട്ടൂർ ഉസ്താദ് ഞങ്ങൾ താലിമികളായതുകൊണ്ട് പേര് പറയാൻ പേടിയായതുകൊണ്ട് പറയില്ല. ഹലീലങ്ങളെ ഉസ്താദൻ്റെ ഉസ്താദാണ്. ഒരു അരമണിക്കൂർ പ്രസംഗിച്ചപ്പോൾ ഉസ്താദ്മാരെ പേര് ഹലീലങ്ങൾ പറയല്ല. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. കുറ്റിക്കാട്ടൂർ ഉസ്താദ്, ഉമ്പിച്ചാൽ ഉസ്താദ്, അള്ളാഹു അവരെ പദവി വർദ്ധിപ്പിക്കുമാറാകട്ടെ. CM വലിയുല്ലാഹി, AP ഉസ്താദും ഒക്കെ അവരെടുത്തത് പഠിച്ച അതുപോലത്തെ ധാരാളം ആലിമീങ്ങളെ ഉസ്താദാണ്. അവർക്ക് CM വലിയുല്ലാഹിനോട് എത്ര വലിയ ബഹുമാനമായിരുന്നു. അതുപോലത്തെ മഹാന്മാരൊക്കെ കാണാൻ പോകും. ഇപ്പോൾ കോയപ്പാപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ എന്നോട് പറയും, നമുക്കൊന്ന് പോകാൻ കാതുറയെന്ന് പറയും, എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഓർക്കുകയാണ്. ഞാൻ പറയുന്നത്, കോലിയാർ സയ്യിദുൽ അബ്ദാൽ എന്ന് ശംസുൽ ഉലമ പറഞ്ഞത് MK ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഈ കോയപ്പാപ്പ വേങ്ങര ഒരു പീടിയൻ്റെ മുകളിൽ ഇങ്ങനെ കൂടെ മജീദുലിയാരൊക്കെ എപ്പോഴും ധാരാളം ആൾ പോയാലുണ്ടാവും. ഒരു പ്രത്യേകമായ ഒരവസ്ഥക്കാരനാണ്. എന്നാൽ ആ 2 കിലോമീറ്റർ നീളമുള്ള ആ അങ്ങാടിൻ്റെ ഒരു ഭാഗത്ത് CM വലുതായി കാറിൽ ഇങ്ങനെ വരുന്നത് അവരറിഞ്ഞാൽ ഒരു ജതുണ്ടാവില്ല. എണീച്ചിട്ട് രാജാവത വരുന്നാന്നിട്ട് ഒരു പോലൊക്കെ ഇങ്ങനെ മാറി നിൽക്കും പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് CM വലുതാൻ്റെ പദവി ആലോചിച്ച് നോക്കി. അറിയുന്നവർക്കല്ലേ അറിയൂ. ഓ സുബ്ഹാനല്ലാഹ്. നമ്മളെ മാമുലിയാരുണ്ടല്ലോ ചെലവൂര്, ഒരുപാട് സേവനങ്ങൾ ചെയ്ത നല്ല തൻ്റെടിയും പ്രാപ്തനും ആലിമും എല്ലാമായിരുന്നു. കുരിക്കളായിരുന്നു. കുറേ ആളുകളെ പഠിപ്പിച്ച് അദ്ദേഹം ഓറുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്വാലിഹികളൊക്കെ കാണാൻ പോവുകയും ഒരു വലിയ ബന്ധം. പെരിങ്ങത്തൂർ ബാവലിയാർ പോലത്തെ കുറേ ആളുകൾ ഒരിക്കൽ എല്ലാവരോടും ക്ഷണിച്ചു അല്ലേ മൂപ്പര്. ഇവിടെ ചെലവൂർക്ക് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോരോ സ്വഭാവമാണ്. പെരിങ്ങത്തൂർ ബാവലിയാർ നമുക്കറിയാലോ. ഒരിങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും കൊച്ചയിൽ വർത്താനൊക്കെ പറയും, ചിലരിങ്ങനെ ചീർക്കും, ചിലരിങ്ങനെ പ്രത്യേക കളിയൊക്കെ കളിക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനം അതാ ഒരാൾ വരുന്ന ആ ബഹുമാനപ്പെട്ട CM വലുതായി ഒരാൾ വിടുന്നില്ല, മൂക്കിലെ ചൂട വിടുന്നില്ല. ഇത് കണ്ട ആളിനോട് പറഞ്ഞതാണ്. എത്ര വലിയ പദവിയായിരുന്നു ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം CM വലിയുല്ലാഹി റളിയല്ലാഹു. ഞാൻ ആദ്യമായി ഈ വെള്ളിമാട് കൊന്ന് സക്കാത്ത് വീട്ടിലൊരു മുഹമ്മദാജി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സിയാറത്തിന് പോകും. താജുൽ ഉലമാനെ ഓരോ വീട്ടിലെ പരിപാടിക്ക് ക്ഷണിച്ചു. ഞാൻ താജുൽ ഉലമാൻ്റെ കൂടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉണ്ട്, കുറ്റിക്കാട്ടൂർ ഉസ്താദുണ്ട്, ഇമ്പിച്ചാൽ ഉസ്താദ്, അങ്ങനെ പ്രഗത്ഭനായ ധാരാളം ആലിമീങ്ങളുണ്ട്. അങ്ങനെ താജുൽ ഉലമ CM വലിയുല്ലാഹിനെ കണ്ടപാട് കൈ പിടിച്ച് മുത്തി കുടിച്ച ചായ ഇങ്ങോട്ട് കൊടുക്കുക. വാങ്ങിയവർ കുടിച്ച് ഞാൻ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട്. അങ്ങനെ അന്ന് രാത്രി 2 വീടാ ഓർക്ക്, 2 മുറിയാണുള്ളത്. ആ വീടിൻ്റെ മുകളിൽ ഒരു റൂമിൽ ഒരു റൂമിൽ താജുൽ ഉലമ. രാവിലെ ശംസുൽ ഉലമ കൊണ്ട് വരും ചായ പിടിക്കാനാകുമ്പോഴേക്ക്. അങ്ങനെ വന്നപ്പോൾ ഉള്ളാളപ്പാപ്പ ശംസുൽ ഉലമയോട് പറയാ, ഇൽമിൻ്റെ വിഷയത്തിൽ ഞാൻ സമ്മതിച്ചു എന്നാണ്. അങ്ങനെ ഓല് തമ്മിൽ കുറേ സംസാരിച്ചു. ആ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞ പൂനൂരിലെ പ്രഗത്ഭനായൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ബിദ്അത്തുകാരൻ്റെ പേര് പറഞ്ഞു. പെട്ടെന്ന് സദസ്സെന്ന് പറയും, അവൻ്റെ പേര് പറയാൻ പാടില്ല. അങ്ങനെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പേര് മാറ്റി പറഞ്ഞു. അവൻ്റെ പേര് പറയാൻ പാടില്ല. ഇത്ര ശക്തമായ
സുന്നത്തി ജമാഅത്തിൻ്റെ തീവ്രമായ സ്വഭാവമായിരുന്നു അവരെ ഉള്ളിലുണ്ടായിരുന്നു. അത് പഠിപ്പിക്കുകയാണ്. അപ്പം തന്നെ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരെ ഹാല് മാറിയിട്ട് ഒട്ടനെ പറയാ, ഈ കുത്തുബുൽ സമാൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങൾ ആക്കിപത്ത് നന്നാക്കണേ പഠിച്ചോനെ എന്ന് ദീർഘനേരം അങ്ങനെ ദ്വാരിക്കുക. ബഹുമാനപ്പെട്ട ശംസുലമയും ഉജ്ജാലുസാദും അടക്കമുള്ള ആലിമീങ്ങൾ ആമീൻ പറഞ്ഞിങ്ങനെ ആ രംഗം ഞാൻ ഓർക്കുകയാണ്. റഹ്മാനായ റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ബഹുമാനപ്പെട്ടവരുടെ ഈ കറാമത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്ത പണി എന്താ അറിയോ? അവരാലിമീങ്ങൾ ബഹുമാനപ്പെട്ട അണ്ടോണ മൊയ്തീമുരിയാർ, PP അബ്ദുറഹം, PP പാറന്നൂരിനെ പോലത്തെ അങ്ങനെ ബഹുമാനപ്പെട്ട കുറേ ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുലമാനെ പോലത്തെ കുറേ ആളുകളെ സുന്നത്തി ജമാഅത്ത് പറയുന്നവരും അത് കൈകാര്യം ചെയ്യുന്നവരും ആക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതാണ് നമ്മൾ അവരിൽ നിന്ന് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ എവിടെ ചെന്നാലും അതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലാണ്. ഞാൻ അതിൻ്റെ അപ്പുറം ഞാൻ പറയുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഒരങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും പറഞ്ഞ് പഴയ ഒരു സ്വഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് അങ്ങനെ പോവില്ല. അല്ലാഹു തആല സുന്നത്തി ജമാഅത്ത് ഇസ്സത്തിലാക്കി നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ അത് ഇവിടെ പച്ച പിടിപ്പിച്ച് നിലനിർത്തുന്നതിന് ബഹുമാനപ്പെട്ട AP സാദ്, ചെറിയ AP സാദ് എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തങ്ങൾ വിദേഹത്തുകാരോടുള്ള പെരുമാറ്റം, അവരുമായുള്ള അടുപ്പം, മുഖത്ത് നോക്കിയാൽ ഈമാൻ കുറയൂ, എനിക്ക് വേണമെങ്കിൽ ഇനി പരിശോധിച്ച് നോക്കിക്കുമെന്ന് അറിയരുത്. അവർക്ക് സലാം പറയണ്ട, അവരുമായി ഇടപെടൽ നൽകണ്ട, വേണമെങ്കിൽ ഇനി അത് പരിശോധിച്ച് നോക്കിക്കുമെന്നാണ് ഉന്നിയത്ത് പറഞ്ഞത്. അത്ര കടുപ്പത്തിൽ പറഞ്ഞ ഹൗസുല്ലാഹിന്റെ ശേഷം പറഞ്ഞ ഒരാൾ ബഹുമാനപ്പെട്ട ഖുതുബുൽ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് അഹ്മദുൽ ഖാദിരി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞ വഹുവ ഫർദുൽ അഹ്ബാബ്. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മടവൂർ തന്നെ പറഞ്ഞില്ലേ, എന്നെ ഹൗസുല്ലാഹിന്റെ കൂട്ടത്തിൽ പറയാം, ശൈഖ് റിഫായിൻ്റെ കൂട്ടത്തിൽ പറയാം. ആ രണ്ടാളോടുകൂടി പറയണ്ട. മൂന്നാമത്തെ ഈ ലോകം കണ്ട, ഈ നൂറ്റാണ്ട് കണ്ട അതുപോലത്തെ ഒരു മുഖം ഇന്ന് കാണാൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയുകയും ചെയ്യുമെന്ന് അറിയില്ല. അല്ലാഹു തആല അവരെ കറാമത്ത് കൊണ്ട് നമ്മളെ മജ്‌ലിസൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ ഈ ഭക്ഷണം വാങ്ങുന്നവരും കൊടുക്കുന്നവരും അതിന് അധ്വാനിക്കുന്നവരും ഒക്കെ അല്ലാഹുവേ അവരോടുകൂടി സ്വർഗ്ഗലോകത്ത് കടക്കുന്നവരിലാക്കി തരണേ റഹ്മാനെ. മജീദുരിയെ പറഞ്ഞോണം, ഈ ഭക്ഷണം പേക്ക് ചെയ്യാൻ എത്ര ദിവസങ്ങളായി ചെറുപ്പക്കാർ അധ്വാനിക്കുന്നു. എത്ര ഈ പ്രാവശ്യം കുഞ്ഞനും കൂട്ടരൊക്കെ പല സ്ഥലത്തും ധാരാളം യാത്ര ചെയ്ത് പ്രവർത്തനം ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭക്ഷണം കഴിക്കുകയും അവരെ പേര് പറയുകയും അവരെ മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വകി ഈ കാലഘട്ടത്തിൻ്റെ സുന്നത്തി ജമാഅത്ത് ശക്തിപ്പെട്ട് വരാനല്ലോ ഇത് കാരണമാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാ ദോഷവും പുറത്തിരുമാറാകട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്ക് അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.